ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ട്രാൻസ്പെറൻറ്റ് നെക്കോട് കൂടിയ ഒരു കുർത്തിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലൈനിങ്ങാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 12 ഇഞ്ചസ് ആണ്, ലെങ്ത്ത് 43 ഇഞ്ചസും. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം 7. അതുപോലെ തന്നെ ആം ഹോളും 7 മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോളിൻ്റെ ഭാഗം 7 ഇഞ്ച് ലെങ്ത്ത് കൊടുക്കാം. അവിടെ ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചിടാം. ഇനി ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് താഴേക്ക് ഒരു 13.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അവിടെയാണ് ഷേപ്പ് വരുന്ന ഭാഗം. അവിടെ ഇതുപോലെ ലൈൻ വരച്ച ശേഷം സ്ലിറ്റ് വരുന്ന ഭാഗം 20 ഇഞ്ചസ്, അവിടെയും ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചിടാം. ഇനി ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്തതാണ്, അത് നമുക്കൊന്ന് അളന്ന് നോക്കാം. 9.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തത്. അതിന് 1.5 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഷേപ്പിൻ്റെ ഭാഗത്ത് 8.5 പ്ലസ് 1.5, സ്ലിറ്റിൻ്റെ ഭാഗത്ത് 10 ഇഞ്ചസും അതിനോടുകൂടി 1 ഇഞ്ച് മടക്കി തയ്ക്കാനായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലെ ആം ഹോള് ഒരു 1/2 ഇഞ്ച് താഴ്ത്തി കട്ട് ചെയ്ത് മാറ്റാം. ഇത്രയുമാണ് ഇതിന് അളവുകൾ വരുന്നത്. ഇത് നമ്മൾ ലൈനിങ് ആണ് ആദ്യം കട്ട് ചെയ്തത്. ഇനി ഈ ലൈനിങ് നല്ല തുണിയുടെ മുകളിലേക്ക് കറക്റ്റായിട്ട് വെച്ച ശേഷം സെയിം ആയിട്ട് തന്നെ ഒരു 2 ഇഞ്ച് ലെങ്ത്ത് കൂടുതലായിട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 2 ഇഞ്ച് എക്സ്ട്രാ നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ച ശേഷം സെയിം ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പോർഷൻ മാത്രം കൈക്കുഴി ഇറക്കി വെട്ടാവൂ. ബാക്കിലെ പോർഷൻ നമ്മൾ കൈക്കുഴി സാധാരണ കട്ട് ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. ഇനി താഴെ ഭാഗം 1/2 ഇഞ്ച് മുകളിലേക്ക് നീക്കി മാർക്ക് ചെയ്ത ശേഷം ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 4 ഇഞ്ചായിരിക്കും. ലൈനിങ്ങിൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 5.25 ആയിരിക്കും. 5.25 വിഡ്ത്തിലാണ് ക്യാൻവാസിൽ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇറക്കം വരുന്നത് 6.5 ആണ് ഞാൻ ചെയ്യുന്നത്. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് 6.5 കൊടുത്താൽ കൂടുതലായിട്ട് ഇറങ്ങിയിരിക്കും. അതുകൊണ്ട് അതിനനുസരിച്ച് മാത്രം നിങ്ങൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്ക്വയറായിട്ടൊന്ന് വരച്ച ശേഷം റൗണ്ട് ഷേപ്പിൽ നമുക്കൊന്ന് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് മറ്റൊരു തുണിയിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കാം. അതിൻ്റെ സൈഡ് മടക്കി തയ്ക്കാം. ക്യാൻവാസിലേക്ക് ചേർത്ത് തയ്ച്ച് വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് കണ്ട ശേഷം അതിനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. സെൻറ്റർ ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി മാർക്ക് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ലൈനിങ്ങിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഈ വൈഡായിട്ടുള്ള നെക്കാണ് ലൈനിങ്ങിൽ ചെയ്യുന്നത്. അത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ച ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കട്ടുകൾ കൊടുക്കുക, തിരിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. നല്ല തുണിയുടെ താഴെ വെച്ച ശേഷം നമുക്കതിൻ്റെ ചുറ്റിനുമായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു ക്യാൻവാസിൻ്റെ പീസ് എടുത്ത ശേഷം 2.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു ഇലയുടെ ഷേപ്പിലൊന്ന്, ഒരു ലീഫിൻ്റെ ഷേപ്പിൽ നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് വരച്ച് കട്ട് ചെയ്തെടുക്കാം. സെൻറ്റർ ഭാഗത്ത് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ താഴേക്ക് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. കൂടുതൽ വീതിയിൽ കൊടുക്കണ്ട, ചെറുതായിട്ട് ചെറിയൊരു വീതിയിൽ മാത്രം ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ഉള്ളിൽ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിനെ ഇതുപോലെ ഒരു തുണിയുടെ മുകളിൽ വെച്ചിട്ട് അയൺ ചെയ്ത് എടുക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡ് ഭാഗം എല്ലാം
ഇതുപോലെ മടക്കി ക്യാൻവാസിലേക്ക് വയ്ക്കാം. അത് കവർ ചെയ്ത് വെക്കണം, പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിന് അനുസരിച്ചിട്ട് അത് നമ്മളുടെ നെക്കിൻ്റെ അളവനുസരിച്ചിട്ട് നമ്മളെടുക്കുന്ന നെക്കിൻ്റെ മുകളിലെ നെക്ക് കട്ട് ചെയ്യുന്ന ഭാഗത്തിന് തൊട്ട് താഴെ വരുന്ന രീതിയിൽ വേണം അത് ഫിക്സ് ചെയ്യാനായിട്ട്. ഇങ്ങനെ വെച്ച ശേഷം ഒരു പിൻ ചെയ്തിട്ട് നമുക്കതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ റൗണ്ട് നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത ശേഷം നമുക്കത് വെച്ച് നോക്കാം. 4 ഇഞ്ച് വിട്ടും 3.5 ഇഞ്ച് ഇറക്കത്തിലുമാണ് വൈഡായിട്ടുള്ളൊരു നെക്ക് ചെയ്യുന്നത്. അതിൻ്റെ തൊട്ട് താഴെ വരുന്ന രീതിയിൽ ഇവിടെ നിന്ന് 2.5 ഇഞ്ച് അകലത്തിൽ നടുക്കുന്ന ഒരു 2.5 ഇഞ്ച് അകലത്തിൽ ഇതുപോലെ വെച്ച ശേഷം നമുക്ക് പിൻ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഉൾഭാഗം ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിൻ്റെ സൈഡിലൂടെ വേണം ക്യാൻവാസിൻ്റെ തൊട്ടരികിലൂടെ തയ്ച്ചെടുക്കാം. അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഉൾഭാഗം കട്ട് ചെയ്തെടുക്കാം. സ്റ്റിച്ച് പോകാത്ത രീതിയിൽ അതിൻ്റെ കോർണർ ഭാഗത്ത് ചെറിയ കട്ട് കൊടുക്കാം. സൈഡിലെല്ലാം ചെറിയ ചെറിയ കട്ടുകൾ കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് തിരിച്ചെടുക്കാനായിട്ട് പറ്റും. നെക്കിൻ്റെ അളവനുസരിച്ച് വേണം ഈ ലീഫിൻ്റെ അളവ് നിങ്ങൾ നോക്കി എടുക്കാനായിട്ട്. നെക്ക് താഴേക്ക് ഇറങ്ങി വരുന്ന നെക്കാണെങ്കിൽ മാത്രമേ ഇത്ര അളവിലെടുക്കാവൂ, അല്ലെങ്കിൽ ഒരു 2 ഇഞ്ച് ആയിട്ടുള്ള ഡിസൈനെ കൊടുക്കാവൂ. എന്നിട്ട് ഇതിനെ ഇതുപോലെ സൈഡിലൂടെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ നെക്കിൻ്റെ കട്ടിങ്ങാണ്. ഇതുപോലെ 4 ഇഞ്ച് വിട്ടും 3.5 ഇഞ്ച് ഇറക്കവും വരുന്ന രീതിയിൽ ഒരു റൗണ്ടായിട്ടൊന്ന് നെക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു പീസിൽ ക്രോസ് ആയിട്ടുള്ള പീസുകൾ കട്ട് ചെയ്ത ശേഷം നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൈഡിലൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം ഇനി അതിനെ പകുതിയായിട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ വന്ന് പതിച്ചടിച്ചു കൊടുക്കാം. ഇനി അതിനകത്തേക്ക് മടക്കി വെച്ചിട്ട് ഉൾഭാഗത്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഡിസൈൻ്റെ സൈഡ് ഭാഗം നമുക്ക് ഇതുപോലെ അകത്തേക്ക് മടക്കി വെച്ചിട്ട് ഒന്ന് കറക്റ്റായിട്ട് അതേ ഷേപ്പിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ.